ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ലൈവിൽ രാവിലെ ജാസ്മിൻ ഗബ്രി ആയിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ ഈ ഷോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് ജാസ്മിനെ കാണുന്നത്. ഒരു മൂലയ്ക്ക് സോഫയിൽ മാറിയിരിക്കുന്നുണ്ട്. അതിലുപരി ജാസ്മിനെ ഒരു മേക്കപ്പ് ഇല്ലാതെ സത്യത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ജാസ്മിൻ ഒരു മേക്കപ്പ് ഇല്ലാതെ മുഴുവൻ നേരം കണ്ണീര് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് തെറ്റാണോന്നോ ഇത് തെറ്റാണെന്ന് എന്തൊക്കെയോ ആത്മകഥം പോലെയൊക്കെ പറയുന്നുണ്ട്. ഒരു സോഫ ഇരുന്ന് അത് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. ഗബ്രി അതിലൊക്കെ കൂളായിട്ട് വെറുതെ നടക്കുന്നുണ്ട്. വിഷമം ഉണ്ടായിരിക്കും, എന്നാലും വെറുതെ നടക്കുന്നുണ്ട്. ഇപ്പം ആരാണ് നടുക്കടലിൽ എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ജാസ്മിനാണ്. ജാസ്മിനോട് ബിഗ് ബോസ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, കൊച്ചു കുട്ടികൾ കാണുന്ന ഷോ ആണെന്ന് പറഞ്ഞു. മത്സരാർത്ഥികളാണെങ്കിൽ അവിടെ ഉള്ളവർ പറഞ്ഞു നിങ്ങൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരോട് മാറിയിരുന്ന് പോയി കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവാണ് വരുന്നത്, നിങ്ങളത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോഴും ഹൗസിലുള്ളവർ മുഴുവൻ കാരണം ഇവർക്കൊരു ബാഡ് ഇമേജ് ഉണ്ടായെന്നാണ് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഗബ്രി ഇന്നലെ ചോദിക്കണം, നമ്മൾ അതിനെന്താ തെറ്റ് ചെയ്തത്, നമ്മൾ വെറുതെ ഒന്ന് കയ്യെ പിടിച്ചതിനാണോ ഇത് പറഞ്ഞ്, നമ്മൾ മടിയിലൊന്നും കയറി ഇരുന്നില്ലല്ലോ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അവരെന്താ ചെയ്തെന്നുള്ളത്. ഒന്നെങ്കിൽ ഇത് ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് വിടുന്നതിൻ്റെ ഒരു പ്രശ്നം. ഇതിന് മുന്നേ ഉള്ള മത്സരാർത്ഥികൾ അഞ്ചു കഴുത്തേൽ ഉമ്മ വെക്കുന്നതായിട്ടൊരു എഡിറ്റ് ചെയ്തൊരു സീൻ വന്നു കഴിഞ്ഞപ്പം അവർ പുറത്തിറങ്ങിയിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അങ്ങനെ കഴുത്തേൽ ഉമ്മ വെച്ചല്ല, ഊതിയതായിരുന്നത്. പൊള്ളിയപ്പോഴെങ്ങാണ്ട് എന്തോ ഊതിയതാണെന്ന് പറയുന്നു. അവരങ്ങനെ അതിന് വിശദീകരണം തന്നെ. പക്ഷേ നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ടാണോ ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കയ്യെ പിടിക്കുന്ന സീനല്ല, അവരുടെ വളരെ ഇൻറ്റിമസി ആയിട്ടുള്ള സീനുകളൊക്കെ നമ്മൾ കണ്ടു. അതെങ്ങനെ വന്നു നമുക്കറിയില്ല. നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഇവരെ വിലയിരുത്തിയിരിക്കുന്നത്. അത് സത്യമാണോ നുണയാണോ എന്നുള്ള അറിയില്ല. പക്ഷേ ഗബ്രി ഇന്നലെ ചോദിക്കുന്നു നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു, ജാസ്മിൻ ചോദിക്കുന്നു നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു. ഇത് മുഴുവൻ ഉണ്ടാക്കിയത് റോക്കി ആൻഡ് പാർട്ടിയാണെന്നുള്ള രീതിക്കാണ് അവർ വരുന്നത്. പ്രേക്ഷകരെ പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം പറയുന്നു. ശ്രീലേഖ അവിടെ ഇരുന്ന് നിഷാനെ ഉപദേശിക്കുന്നു. നിഷാൻ എന്തോ പറയുന്നു ഇവിടെ ഗ്രൂപ്പ് ഉണ്ടെന്ന്. അപ്പം ശ്രീലേഖ പറയുന്നു ഇവിടെ അല്ല ഗ്രൂപ്പ്, പുറത്താണ് ഗ്രൂപ്പ് എന്ന്. ഇവരെന്താണോ മനസ്സിലാക്കുന്നത് അറിയില്ല. പുറത്താണ് ഗ്രൂപ്പ്, പുറത്തുള്ള ഗ്രൂപ്പാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് ബിഗ് ബോസ് നമുക്ക് നിർദ്ദേശങ്ങൾ തരും, നമ്മളത് മനസ്സിലാക്കി ഗെയിം ചേഞ്ച് ചെയ്യണം. അതെന്താ പറയാൻ കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവൻ ശ്രീരേഖ കരഞ്ഞായിരുന്നു. അപ്പോൾ കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് ബോൾഡായിട്ട് നിൽക്കാമെന്ന് ചെറിയ ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് പുള്ളിക്കാരത്തേക്ക് മാറാൻ പറ്റി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിർദ്ദേശങ്ങൾ ഗെയിമിൽ ചേഞ്ച് വരുത്താൻ ബിഗ് ബോസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് പുള്ളിക്കാരത്തേക്ക് തോന്നി എന്തോ തെറ്റിദ്ധാരണ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രതീഷിനല്ലേ കൊടുക്കേണ്ടത്. രതീഷാണല്ലോ ഈ ചൊറിയൻ. നിങ്ങളുടെ ഗെയിം ശരിയല്ല, മാറ്റിക്കോ എന്ന് പറയുമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല, ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ ജാസ്മിനെ സംബന്ധിച്ചിപ്പോൾ ഒരു വാർത്ത വരുന്നെന്ന് പറയുന്നുണ്ട്. പള്ളി കമ്മിറ്റിക്കാർ ഇടപെട്ടിട്ടാണ്, അല്ലാതെ അച്ഛൻ്റെ അസുഖമൊന്നുമല്ല. അച്ഛൻ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാൻ, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നിട്ട് ഇത് പള്ളി കമ്മിറ്റിക്കാർ ഇടപെട്ടുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ഒരു ന്യൂസ് കൊടുത്തത്. അല്ലാതെ ഒരു വീട്ടുകാർ ചോദിച്ചാൽ പറയത്തില്ല. പള്ളി കമ്മിറ്റിക്കാർ പിന്നെ തലോസം ജാസ്മിൻ ഒരു വെല്ലുവിളി നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ എന്നുള്ള പറഞ്ഞ് ആ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അതായത് ഞാൻ സമൂഹത്തെ നോക്കുന്നില്ല, ഇമേജ് എന്നെ ബാധിക്കില്ല, എൻ്റെ വീട്ടിൽ ചിലവിനെ നടത്തുന്ന ഞാൻ അല്ല, അയൽക്കംകാരല്ലല്ലോ നമ്മൾ പറയാറുള്ള ആ ഡയലോഗ്. സമൂഹത്തിനെ നോക്കേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടുകാർക്കറിയാം എന്നെ, എനിക്കറിയാം എന്നെ എന്നൊക്കെ പറഞ്ഞു. അതൊരു അഹങ്കാരത്തിൻ്റെ വർത്താനമായിട്ട് വേണമെങ്കിൽ അവരുടെ സമുദായത്തിന് എടുക്കാം. ഇപ്പം സമുദായക്കാരോ പള്ളിക്കാരോ ഒന്നും ഇടപെട്ടിട്ടില്ല, അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്നു. പക്ഷേ ഇടപെടാനുള്ളൊരു ചാൻസും നമുക്ക് തോന്നാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് റംസാൻ മാസമാണ്, പുണ്യമാസം. അതേപോലെ ആത്മീയത ലയിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെയാണ് ഇരിക്കുന്നത്, നോയമ്പ് തോറ്റ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൊച്ച് ഇതുപോലെയൊക്കെ ഗോഷ്ഠി കാണിച്ചാൽ അവിടെ വേറെ മുസ്ലിംസ് ഉണ്ട്, അവരാരും ചെയ്യുന്നില്ല. ഈ കൊച്ചു മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മുടെ മുന്നിൽ എഡിറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പള്ളിക്കാർ വേണം ഇടപെട്ടാൽ. പള്ളിക്കാർ ഇടപെട്ടാൽ ഈ പറയുന്ന ബിഗ് ബോസിന് ചെറിയൊരു ഹിന്റ് കൊടുക്കാതെ പറ്റത്തില്ല. കാരണം ഒരു സമുദായമാണ് ഇടപെടുന്നത്, ഒരു വീട്ടുകാരല്ല. അപ്പോൾ ബിഗ് ബോസിൻ്റെ നിയമമൊക്കെ ചെറുതായിട്ട് വേണേൽ പൊളിച്ചെഴുതുമായിരിക്കും. അങ്ങനെ സംഭവിച്ചു. പക്ഷേ ആ ന്യൂസ് ഫേക്കാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അറിയില്ല, നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയ വരുന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നലെയൊക്കെ ഒരു കമൻറ്റ് കൊണ്ട് എല്ലാവരും കൂടി ഒരു കൊച്ചിൻ്റെ അച്ഛനെ ആശുപത്രിയിലാക്കിയില്ലേന്ന്. ഈ എല്ലാവരും കൂടി സോഷ്യൽ മീഡിയ എല്ലാവരും കൂടി വെറുതെ ഇരുന്നുണ്ടാക്കിയതല്ല. ഈ പറയുന്നവർ അതൊന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് വന്നത്? ഇത് ബിഗ് ബോസ് പുറത്തേക്ക് വിട്ട സീനുകൾ കണ്ടിട്ടാണ് പ്രേക്ഷകർ തീരുമാനിച്ചത്. അത് തന്നെയല്ല, ബിഗ് ബോസ് അവിടെ പറയുന്നു
നിങ്ങൾ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, കൊച്ചു കുട്ടികൾ കാണുന്ന ഷോ ആണെന്ന് മനസ്സിലാക്കി പെരുമാറുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇവർക്കിപ്പം ഒരു തിരിച്ചടി ഉണ്ടായിട്ട് ഗബ്രി വേറൊരു സൈഡിൽ കൂടെ ജാസ്മിൻ വേറൊരു സൈഡിൽ മാറിയിരുന്നിട്ട് മേക്കപ്പുകളൊന്നും ഇല്ലായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ പ്രാവശ്യം ആരൊക്കെ ഉപദേശിച്ചിട്ടോ അവർക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെയും മനസ്സിലായിട്ടില്ല, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തോ എന്നും പറഞ്ഞാണ് അവരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.